ബാലുശ്ശേരി മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ.എം. സച്ചിൻ ദേവാണ് നമ്മോടൊപ്പമുള്ളത്. കഴിഞ്ഞ തവണ ഒരു സെലിബ്രിറ്റി മത്സരം നടന്ന ഒരു മണ്ഡലം കൂടിയായിരുന്നു. സിനിമാ താരം ധർമ്മജനെ തോൽപ്പിച്ചാണ് അദ്ദേഹം നിയമസഭയിലേക്ക് പോവുകയും ചെയ്തത്. രണ്ടാം വട്ടം പാർട്ടി അവസരം നൽകിയിരിക്കുകയാണ്. എങ്ങനെ തോന്നുന്നു ഈ തവണത്തെ ഈ മത്സരത്തിൽ? തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും നല്ല പ്രതീക്ഷയോടുകൂടിയാണ് വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ കഴിഞ്ഞ 10 വർഷക്കാലം തുടർച്ചയായി കേരളത്തിൽ നടപ്പിലാക്കിയ വികസന ക്ഷേമ പദ്ധതികൾ അത് ജനങ്ങളിൽ വലിയ നിലയിലേക്കുള്ള അനുകൂലമായ പ്രതികരണങ്ങളും ജനങ്ങൾക്ക് വലിയ മതിപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തീർച്ചയായും ജനങ്ങൾ നല്ല നിലയിൽ തെരഞ്ഞെടുപ്പിൽ പ്രകടമാക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തും. വീണ്ടും ഒരു അവസരം താങ്കൾക്ക് തരണമെന്ന് വോട്ടർമാരോട് പറയുന്നതിനുള്ള പ്രധാന കാരണം എന്താണ്? ബാലുശ്ശേരിയിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളാണ്. അത് ജനങ്ങൾ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുന്ന കാര്യമാണ്. ജനങ്ങളുടെ അനുഭവമാണത്. 5 വർഷക്കാലം ഇവിടുത്തെ പശ്ചാത്തല സൗകര്യ വികസനം, ആരോഗ്യരംഗത്തെ വികസനം, സ്കൂളുകളുടെ വികസനം, അങ്ങനെ വിവിധവും വൈവിധ്യവുമാർന്ന വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു ബാലുശ്ശേരി മണ്ഡലം. 1700 കോടിയിലധികം വരുന്ന തുക ചെലവഴിച്ചുകൊണ്ട് ഞങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ചില കാര്യങ്ങൾ നിർമ്മാണ ഘട്ടത്തിലാണ്, പുരോഗതിയിലാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് പരമാവധി ചെയ്യാനായി എന്നുള്ളത് വലിയ ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികൾ. അത് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അതിനോട് വലിയ അനുഭാവത്തോടു കൂടിയും അങ്ങനെ ഒരു നടപ്പിലാക്കുന്ന ഗവൺമെന്റിനോടുള്ള വലിയ പിന്തുണയും സ്നേഹവും ഒക്കെ അവർ പ്രകടമാക്കുകയാണ്. ഓരോ വീടുകളിൽ പോയി വോട്ട് രേഖപ്പെടുത്തുമ്പോഴും അവിടെ ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കും ഗവൺമെന്റ് ആകെ നടത്തിയ പ്രവർത്തനങ്ങൾക്കുമെല്ലാമുള്ള വലിയ പിന്തുണ അവർ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഒരു ആത്മവിശ്വാസ കുറവിന്റെ പ്രശ്നം വരുന്നില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ 2 തവണ ഒരു മുന്നണി പൂർത്തിയാക്കുന്നത്. സ്വാഭാവികമായും ഒരു ഭരണവിരുദ്ധ വികാരം, ഈ UDF ആവട്ടെ BJP ആവട്ടെ പറയുന്നത് ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് നിലവിലുണ്ട് എന്നാണ്. നിങ്ങളൊക്കെ ഭരണപക്ഷ MLA-മാരാണ്, തുടരുന്ന MLA-മാണ്. അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് പ്രകടമാണോ? ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ഉം കോൺഗ്രസും BJP-യും വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ ആ ഭരണവിരുദ്ധ വികാരം 21 തെരഞ്ഞെടുപ്പിൽ പ്രകടമായിരുന്നില്ല. കോൺഗ്രസും BJP നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേല നമ്മൾ സാധാരണഗതിയിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കാനുള്ള സമർത്ഥമായ നീക്കമാണ്. അതിന് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ മറ്റെല്ലാ ഉപാധികളെയും ഉപയോഗിച്ചുകൊണ്ട് അവർ അത് വ്യാപകമായി അത്തരമൊരു പ്രചരണം അഴിച്ചുവിടുന്നുണ്ട്. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി അതല്ല. ഒരു ഭരണവിരുദ്ധമായ ചിന്താഗതിയും ജനങ്ങളില്ല. ജനങ്ങൾ അനുഭവങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. യാഥാർത്ഥ്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്ത് വോട്ട് രേഖപ്പെടുത്തുന്നവരാണ്, പ്രത്യേകിച്ച് മലയാളികൾ. അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു പൊതുപ്രവർത്തന അനുഭവത്തിൽ ഞങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മാത്രമല്ലല്ലോ ജനങ്ങളുമായി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നത്. ദൈനംദിനമായി വീടുകളിലും ജനങ്ങളുടെ സുഖദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും സന്തോഷങ്ങളിലും ഒക്കെ ഭാഗവാക്കാവുന്നവരാണ് ഞങ്ങളൊക്കെ. അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റ്, ആ ഗവൺമെന്റിന് അനുകൂലമായ നിലയിൽ എത്ര നല്ല രീതിയിലാണ് ജനങ്ങൾ പ്രതികരണം ഉയർത്തുന്നത്, സംസാരിക്കുന്നത്. അവർക്ക് തീർച്ചയായും ജനങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഗവൺമെന്റിനോടുള്ള വലിയ ആഭിമുഖ്യം ജനങ്ങൾ പ്രകടമാക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആത്മവിശ്വാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. പക്ഷേ ചരിത്രത്തിലൊന്നും ഇല്ലാത്ത വിധം ഒരു ഒഴുക്ക് ഇപ്പോൾ BJP-യിലേക്ക് പോകുന്നതിനോ കോൺഗ്രസിലേക്ക് പോകുന്നതിനോ ഈ CPM നേതാക്കളായിരുന്നവർ ഒരു മടി പ്രകടിപ്പിക്കുന്നില്ല. ഇപ്പോൾ S. രാജേന്ദ്രൻ MLA ദീർഘനാൾ MLA ആയിരുന്ന അദ്ദേഹം BJP-യുടെ സ്ഥാനാർത്ഥി ഇത്തവണ മത്സരിക്കുന്നു. G. സുധാകരൻ എത്രയോ പതിറ്റാണ്ടുകളായി CPM-നോടൊപ്പം ഉള്ളയാളാണ്. അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് പാർട്ടി മാറുന്നു. MLA ആയിരുന്ന മുകുന്ദൻ BJP-യുടെ സ്ഥാനാർത്ഥി രംഗത്ത് വരുന്നു. അജിത്ത് BJP-യുടെ സ്ഥാനാർത്ഥി. ഒരു ചരിത്രത്തിലില്ലാത്ത ഒരു ഒഴുക്കല്ലേ ഈ CPM-ൽ നിന്നും CPI-ൽ നിന്നുമൊക്കെ ഉണ്ടാവുന്നത്? അതൊരു ജനങ്ങളുടെ ഇടയിൽ ഒരു വ്യത്യസ്തമായൊരു ചിന്ത ഉയർത്തില്ലേ? രാഷ്ട്രീയ അഭിപ്രായങ്ങളിൽ മാറ്റം പ്രകടമാക്കുന്നത് കേരളത്തിന്റെ അനുഭവങ്ങളിൽ ആദ്യമല്ല. അപ്പോൾ പല പ്രഗത്ഭരായ വ്യക്തികളും രാഷ്ട്രീയ അഭിപ്രായങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. പല മുന്നണികളുടെ ഭാഗമായി മത്സരിച്ചിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പുതിയതായി രൂപീകരിച്ചിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ചേക്കേറുകയും ചെയ്തിട്ടുണ്ട്. അത് ആ നിലയിൽ ചിന്തിക്കുന്ന, മാറി മറ്റു പല രീതികളും അവലംബിക്കുന്ന ആളുകളുടെ അവരുടേതായിട്ടുള്ള ചില പ്രത്യേകതയോ രീതിയായിട്ട് കണ്ടാൽ മതി.
അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് അതൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി കാണുന്നില്ല. അതൊരു ചർച്ചയും വരില്ല തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും എല്ലാം ചർച്ചയായി വരും. ഈ നാട്ടിൽ നടക്കുന്ന ഒരു ചെറിയ രാഷ്ട്രീയമായ ചലനം പോലും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കപ്പെടും, ചർച്ചയാവും. സ്വാഭാവികമായും അതിനോട് അനുകൂലമായും പ്രതികൂലമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവും. അത് തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ട് അത് വരുന്നതാണ്, എല്ലാ കാലത്തും ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഇതൊന്നുമല്ല വരാൻ പോണത്. ജനങ്ങളെ സംബന്ധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അവരുടെ സംസ്ഥാനം കേരളം, ആ കേരളത്തിൽ എന്തു നടന്നു എന്നുള്ളതാണ് പ്രധാനമായും വിശകലനം ചെയ്യുക. അവരാദ്യമായി കാണുന്നതാണ്. അതെന്തൊക്കെയാണ് നടന്നത്? വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പദ്ധതികൾ, 700-ലധികം വരുന്ന ക്ഷേമ പദ്ധതികൾ മാതൃകാപരമായി നടപ്പിലാക്കുന്ന നാടാണ് നമ്മുടെ കേരളം. വികസന പ്രവർത്തനങ്ങൾക്ക് ഈ ഗവൺമെന്റ് ചെലവഴിച്ച കോടിക്കണക്കിന് രൂപ, കിഫ്ബിയുടെ പ്രവർത്തനം, പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായപ്പോൾ ഗവൺമെന്റ് നടത്തിയ നേതൃത്വപരമായ ഇടപെടൽ, വയനാട്ടിലുണ്ടായ ആ പ്രകൃതി ദുരന്തത്തെ അതിജീവിക്കാൻ ഗവൺമെന്റ് നടത്തിയ വലിയ നിലയിലേക്കുള്ള ശ്രമം, കോവിഡിന്റെ കാലം, നിപ്പയുടെ കാലം, മഹാപ്രളയത്തിന്റെ കാലം, ഇതൊക്കെ ഒരു ഗവൺമെന്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് അനുഭവങ്ങളിലൂടെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാകുന്ന അവസരങ്ങളായിരുന്നു ഇതൊക്കെ. ആ അവസരങ്ങളിലൊക്കെ ജനങ്ങൾ ഗവൺമെന്റിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ നിലയിൽ ജനങ്ങൾ അനുഭവത്തിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്തും. അത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിരിക്കും. പക്ഷേ മറുവശത്ത് ഇപ്പോൾ മുൻ KPC പ്രസിഡന്റും കണ്ണൂർ MP ഒക്കെ അദ്ദേഹം പാർട്ടി വിടുന്നു, സ്വതന്ത്രനാവുന്നു, 15 MLA മത്സരിപ്പിക്കാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ പ്രതീതി വന്നു. പക്ഷേ ഒടുവിൽ അദ്ദേഹം പാർട്ടിക്ക് കീഴ്പ്പെട്ട് കണ്ണൂരിലേക്ക് തിരിച്ചെത്തുകയാണ് ചെയ്തത്. ആ ഒരു തന്ത്രം CPM എന്തുകൊണ്ട് നമ്മുടെ ഭാഗത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുള്ള സുധാകരനോട് പയറ്റി തെളിക്കാൻ പറ്റിയില്ല? അത് സംബന്ധിച്ചൊക്കെയുള്ള മറുപടിയും വ്യക്തതയും വരുത്തേണ്ടത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമാണ്. ഞങ്ങളെ സംബന്ധിച്ച് അതിൽ അത്തരം കാര്യങ്ങളിൽ ആധികാരികമായ ഒരു വ്യക്തത വരുത്തി പറയേണ്ടതായ ചുമതലയോ ഉത്തരവാദിത്വമോ എനിക്ക് ഏറ്റെടുക്കാനാവില്ല. മറ്റൊന്ന്, കോൺഗ്രസിൽ ഇത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് അങ്ങനെയാണ്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ആധികാരികമായിട്ടൊരു കാര്യം ഇവിടെ പറയാൻ കഴിയില്ല. കാരണം ഓരോ നിമിഷവും കോൺഗ്രസിൽ നിന്നിരുന്ന വാർത്ത വ്യത്യസ്തമാണ്. ഞാൻ 2 ദിവസം മുമ്പ് കേട്ടതേ ആയിരുന്നില്ല ഇന്നലെ കേട്ടത്. ഇന്നലെ കേട്ടതേ അല്ല ഞാൻ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കരുതുന്നു നാളെ ഞാൻ കേൾക്കാൻ പോകുന്നതും കോൺഗ്രസുമായി ബന്ധപ്പെട്ട വാർത്ത ഇപ്രകാരം ഒന്നും ആയിരിക്കില്ല. വേറെ വിസ്മയങ്ങളായിരിക്കും. അതൊക്കെ കോൺഗ്രസിൽ സംഭവിക്കാം. അതെന്താ പറയാൻ കാരണം? കോൺഗ്രസ് അങ്ങനെയാണ്. അത് നിങ്ങൾക്കും അറിയാലോ. കോൺഗ്രസുമായി ബന്ധപ്പെട്ട വാർത്ത നിങ്ങൾക്ക് നേരത്തെ തയ്യാറാക്കി വെക്കാനൊന്നും കഴിയില്ല. കോൺഗ്രസ് അനുനിമിഷം പല വിധത്തിലുമുള്ള രീതികൾ അവലംബിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് ഒരു മാധ്യമങ്ങളോടും നമുക്ക് ആധികാരികമായി പ്രതികരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇന്നലെ കേട്ടത് സുധാകരൻ മറ്റൊരു പാർട്ടി തന്നെ രൂപീകരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് കോൺഗ്രസിലേക്ക് മടങ്ങി വരുന്നു എന്നാണ്. കോൺഗ്രസ് ആയി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന സംഭവങ്ങൾ ഓരോ ഭാഗത്തും വ്യത്യസ്തമാണ്. ഇത് സംബന്ധിച്ചൊന്നും നമുക്കൊരു രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാവുന്ന സാഹചര്യം ഇപ്പോഴില്ല. എല്ലാം ഒന്ന് തെളിഞ്ഞു വരട്ടെ. ആ സമയത്ത് ഉയർന്ന രാഷ്ട്രീയ നേതൃത്വം ആ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതാവും കുറെ കൂടി ഉചിതം. തിരുവനന്തപുരം മേയർ ആയിരുന്നു ഭാര്യ. ഇപ്പോൾ മേയർ ഭരണമാറ്റം വന്നിരിക്കുന്നു. ആര്യ പ്രചരണത്തിന് വരുമോ ബാലുശ്ശേരിയിൽ? തിരുവനന്തപുരത്തെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ ആര്യ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും CPIMന്റെ ഒരു അംഗം ഒരു പാർട്ടി കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് പാർട്ടിയാണ് ഓരോ ചുമതല കൊടുക്കുന്നതും ഓരോ സ്ഥലത്തും നിയോഗിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ പാർട്ടി ഘടകം അവർക്ക് ചുമതല കൊടുത്തിട്ടുണ്ടാവണം, നിയോഗിച്ചിട്ടുണ്ടാവണം. അതുപ്രകാരം എവിടെയാണോ നിയോഗിക്കുന്നത് അവിടെയാണ് പ്രവർത്തിക്കുക. സാധാരണഗതിയിൽ ഇപ്പം നിയോഗിക്കപ്പെടുക തിരുവനന്തപുരത്തായിരിക്കും, ചുമതലയും അവിടെയായിരിക്കും. രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയിൽ അവിടെ കാര്യങ്ങൾ നിറവേറ്റി പോകുന്ന രീതിയാണ് ഉണ്ടാവുക. പങ്കാളിയുടെ മണ്ഡലത്തിൽ പ്രചരണത്തിനായി എത്താൻ സാധ്യത കുറവാണെന്നാണ്. സാധാരണഗതിയിലൊരു പങ്കാളിയല്ല, അവർ പാർട്ടിയുടെ ഒരു കമ്മിറ്റി അംഗമാണ്, പാർട്ടി അംഗമാണ്. അതുകൊണ്ട് പാർട്ടിയാണ് അവരുടെ പ്രവർത്തന രീതികളും എവിടെയായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ചും ധാരണയുണ്ടാക്കി തീരുമാനിച്ച് അവരെ ചുമതലപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് ഞാൻ മറ്റൊരു പാർട്ടി അംഗമാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ ഇവിടെ ക്ഷണിക്കേണ്ട കാര്യം അങ്ങനൊന്നുമില്ല. അങ്ങനൊരു അല്ല, 2 കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾ. അതാണ് അതിന്റെ പ്രത്യേകത. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്വം എന്നുള്ളത് ഓരോ ആളുകളെയും പാർട്ടി ചുമതലപ്പെടുത്തിയ പ്രകാരം ഓരോ മേഖലയിലും നിയോഗിക്കുകയാണ്. അങ്ങനെ നിയോഗിക്കുമ്പോൾ അവിടെയാണ് പ്രവർത്തിക്കേണ്ടത്. അതിപ്പോ എന്റെ സഹധർമ്മിണിയോ പങ്കാളിയോ ആയതുകൊണ്ട് ഞാനിവിടെ മത്സരിക്കുന്നതുകൊണ്ട് ഇവിടെ ആയിരിക്കണം പ്രവർത്തനമെന്ന് തീരുമാനിക്കാൻ എനിക്ക് കഴിയില്ല. അത് ആയിരിക്കും കഴിയില്ല. അപ്പം എവിടെയാണോ ചുമതല പാർട്ടി നിശ്ചയിച്ചു കൊടുക്കുന്നത്, എന്ത് ചുമതലയാണോ നിർവഹിക്കേണ്ടത് ആ കാര്യങ്ങൾ പാർട്ടി നിശ്ചയിച്ച പ്രകാരം തീരുമാനപ്രകാരം നിർവഹിക്കും. ഏതായാലും പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ അവിടെ
പാർട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള പ്രവർത്തനങ്ങളിൽ സഖാവ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ താനും എല്ലായിടത്തും ഓടി നടക്കാനുള്ള ഷോർട്ട് പീരീഡ്, വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ദൈനംദിനമായി ചെയ്തു പോകുന്ന കാര്യം ഒന്നുകൂടി ഒന്ന് ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രത്യേകം ഒന്നും ചെയ്യണ്ട. ഞാൻ എല്ലാ കാര്യങ്ങളിലും സാധാരണഗതിയിൽ ചെയ്യുന്ന രീതിയാണ്. അത് ഒന്നുകൂടി ശക്തിപ്പെടുത്തി, ഒന്നുകൂടി ജനങ്ങളെ ഓർമ്മപ്പെടുത്തുക, ഒന്നുകൂടി അവരെ അഭിവാദ്യം ചെയ്യുക, ഒന്ന് വോട്ട് അഭ്യർത്ഥിക്ക് എന്നുള്ള ഒരൊറ്റ വാചകം ഒന്ന് അധികമായി ചേർത്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഞാൻ ദൈനംദിനമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് പരമാവധി ആളുകളെ ഒന്നുകൂടി കാണുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാക്കിയിട്ടുണ്ട്. എന്തായാലും ഒരുപാട് വികസന കാര്യങ്ങൾ മണ്ഡലത്തിനായി ചെയ്തു. ഒപ്പം മണ്ഡലത്തിൽ ചിരപരിചിതനായ ഒരു യുവ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ഇത്തവണയും വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്.